നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോൻ മനസമാധാനത്തോടെ ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഒരു വിശദീകരണം ഇനി ഈ കാര്യത്തിൽ വേണ്ട. ശില്പയല്ലാതെ മറ്റൊരു പെണ്ണിനെയും എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഭാര്യ എന്നങ്ങ് പറഞ്ഞ ഉടനെ ഭാര്യയാവുക, അതിനെ ഇവളുടെ എഴുതി താലി കെട്ടണ്ടേ? താലി കെട്ടിയല്ലോ. ഇതാണ് മോൻ ദേവികയുടെ കഴുത്തിൽ കെട്ടിയ താലി. ഞാനെപ്പോഴാ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയേ? ഇന്നലെയായിരുന്നു മോനും ദേവികയായിട്ടുള്ള വിവാഹം നടന്നത്. ഏട്ടാ, ഏട്ടന്റെ വിവാഹം മാത്രമല്ല, എന്റെ വിവാഹം ഇന്നലെ തന്നെയായിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഒരേ മണ്ഡപത്തിൽ വെച്ച് ഒരേ മുഹൂർത്തത്തിൽ തന്നെയായിരുന്നു. ദാ ഈ നിൽക്കുന്ന അഞ്ജതിയാണ് എന്റെ ഭാര്യ. എന്റെ വിവാഹം കുറച്ചു നാൾ മുമ്പ് കഴിഞ്ഞതായിരുന്നു ഏട്ടാ. ചേട്ടനും അതിൽ പങ്കെടുത്തതാ. പക്ഷേ ചേട്ടനതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇവളാ എന്റെ ഭാര്യ ഗോപിക. ഇല്ല, എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞാൻ ആരെയും താലി കെട്ടിയിട്ടില്ല. ഞാൻ ആരെയും താലി കെട്ടിയിട്ടില്ല. മോനെ, നീ ഇല്ല, അടങ്ങടാ. നിന്റെ മനസ്സൊന്ന് ശാന്തമാക്കടാ. അമ്മേ, ഞാൻ താലി കെട്ടുകയാണെങ്കിൽ അതവളെ മാത്രമായിരിക്കും. എന്റെ ശില്പ, എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതവള് മാത്രമായിരിക്കും ശില്പ. മോനെ സിദ്ധു, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആരും എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട. ഞാൻ താലി കെട്ടാത്ത പെണ്ണിനെ താലി കെട്ടിന്ന് പറഞ്ഞ് എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ടവിടെ ആരും. മോനെ സിദ്ധു. വേണ്ട മുത്തശ്ശി, ഈ നാടകത്തിന് മുത്തശ്ശിയും കൂടി കൂട്ടുവെക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞപ്പോ ആരും ചെവിക്കൊണ്ടില്ലല്ലോ. ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാന്ന് എനിക്ക് അറിയായിരുന്നു. എന്റെ ചേച്ചിയുടെ ജീവിതം തകർത്തപ്പോ സമാധാനമായല്ലോ. ഒന്ന് നാവടക്ക് ഗോപിയെ. ദേ സിദ്ധു, നീ ഒന്ന് സമാധാനിക്ക്, മനസ്സിനെ ഒന്ന് നിയന്ത്രിക്ക്. എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കയറി താമസിക്കണവളെ, ഇവൾ ആരായാലും എന്തായാലും ശരി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. എടാ, ഇവളിവിടെ നാടകം കളിക്കുന്നൊന്നുമല്ല. ആചാരമര്യാദ പ്രകാരം നിന്നെ കൊണ്ട് താലി കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണാ ഇവള്. ദേ, ഇവളെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല.
മോൻ മനസമാധാനത്തോടെ ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഒരു വിശദീകരണം ഇനി ഈ കാര്യത്തിൽ വേണ്ട. ശില്പയല്ലാതെ മറ്റു ഒരു പെണ്ണിനെയും എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ദേ ഇറങ്ങ്. ഇറങ്ങാൻ. അമ്മേ, മുത്തശ്ശി, ഇവളോട് ഇറങ്ങാൻ പറ. ഇറങ്ങാൻ പറയാൻ. എടാ നീ ഒന്ന് അടങ്ങ. ഇല്ല, ഇവളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയേ തീരൂ. സിദ്ധു, ഹരിയേട്ടാ, എന്തായാലും ഇനി നമ്മളായിട്ട് അവളെ പുറത്താക്കാൻ കഷ്ടപ്പെടണ്ട. സിദ്ധുവായിട്ട് തന്നെ അത് ചെയ്തോളും. സിദ്ധു, നീ ഒന്ന് അടങ്ങടാ. അമ്മ പറയുന്ന നീ ഒന്ന് കേക്ക്. അമ്മ, എനിക്ക് ഒന്നും കേക്കണ്ട. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എനിക്ക് കേൾക്കാൻ പറ്റണല്ലേ? ഇറങ്ങോടുന്ന്. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങി പോവാൻ. മോളെ, ചേച്ചി, ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.